എല്ലാവർക്കും മഞ്ജൂസ് പ്രഫറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പേപ്പർ ഉപയോഗിച്ചൊരു കമ്മലുണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ വൈറ്റ് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പഞ്ഞി ഉപയോഗിച്ച് അതിലേക്ക് ബ്ലാക്ക് കളറൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ആഷ് കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആകാൻ വയ്ക്കാം. ഡ്രൈ ആകാൻ വെച്ചതിന് ശേഷം ഇതിന് കുഞ്ഞു കുഞ്ഞു നീളമുള്ള പേപ്പർ പീസസ് ആക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ആദ്യം ഒന്ന് 6 പീസസ് ഇതുപോലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഒരു കമ്മൽ ഉണ്ടാക്കാൻ നമുക്ക് 6 പീസസ് വേണം. അങ്ങനെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് അതിന് പശവശോടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി ഇതുപോലുള്ള 2 പീസ് ഒരുമിച്ച് ഒട്ടിച്ചേർത്തെടുത്തത് നമുക്ക് കമ്മലിൻ്റെ സ്റ്റഡിന് വേണ്ടിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ നമ്മൾ ചുറ്റി തുടങ്ങുന്ന ഭാഗത്തേക്ക് കമ്പി വെച്ച് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് പോർഷനിൽ ഇതുപോലെ പശ ഒന്ന് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമ്മളിത് ആഷ് കളറാണ് കമ്മൽ മേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കെന്നിട്ട് ഇതുപോലൊന്ന് അത് മുകളിലോട്ടൊന്ന് ആക്കി കൊടുത്താൽ ജിമിക്കിയുടെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ആഷ് കളറായിരുന്നു ആദ്യം നമ്മൾ കമ്മൽ മേക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ആഷ് കളർ ചെയ്ത് വന്നപ്പോൾ ഒരു ഭംഗിയില്ലാത്തത് കൊണ്ട് ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഇതിൻ്റെ അടിയിൽ പശ തേച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നീങ്ങിപ്പോൾ പശ തേച്ച് കൊടുക്കുമ്പോൾ അത് അതുപോലെ തന്നെ അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് ഇതിൽ കൂടെ വൈറ്റ് കളർ സ്റ്റോൺ ലേസ് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് ആ സ്റ്റഡിൻ്റെ ഭാഗത്തേക്ക് ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിൽ വൈറ്റ് കളർ സ്റ്റോണോടൊന്ന് ഒട്ടിക്കാം. പിന്നെ സ്റ്റഡിന് ഇതിൽ ഉപയോഗിച്ചില്ല, ഒരു ഭംഗി തോന്നിയില്ല. കൊളുത്താണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ